എഡ്യൂസോഫ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ പലവിധ തിരക്കുകളിലാണ്. അവർക്കും ചിലപ്പോൾ ഓൺലൈൻ ജോബ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ടാവാം. അപ്പോൾ കുട്ടികളെ ഈ ഫോണും കൊടുത്ത് നമ്മൾ ക്ലാസ്സിന് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അവരെ എത്രമാത്രം ഫുൾ ടൈം ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, ഇനി മൊബൈൽ ഉപയോഗിച്ച് അവരെ ക്ലാസ് മാത്രമാണോ കൂടുന്നത്, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി ക്ലാസ് കഴിഞ്ഞ് മൊബൈൽ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക മാതാപിതാക്കൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് അവരുടേതായ പല ജോലികളും ഉണ്ടാവും. ഓക്കെ, നേരത്തെ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നു, പക്ഷെ ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മൊബൈൽ ഫോണും കൊടുത്ത് കുട്ടികളെ ഇരുത്തുകയാണ്. അപ്പോൾ അവർ എത്രമാത്രം ക്ലാസ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ തന്നെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മറ്റു വഴികളിലേക്ക് തിരിയുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു അവകാശം പേരന്റിനുണ്ട്. അപ്പോൾ പലപ്പോഴും പേരൻസിനെ സംബന്ധിച്ച് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. തിരക്കുകൾ കാരണം കുട്ടികളുടെ പഠനം അതുപോലെ തന്നെ എപ്പോഴും നോക്കിയിരിക്കാനുള്ള സാധ്യതയില്ല. ഇനി വൈകുന്നേരങ്ങളിൽ ഫോണൊക്കെ മേടിച്ച് ഹിസ്റ്ററി ഒക്കെ ചെക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന് പറയാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മുഴുവൻ സമയം നമ്മൾ എവിടെയാണെങ്കിലും നമ്മളുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ നിയന്ത്രിക്കാനുള്ള രണ്ട് ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ്. ഇത് ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കുട്ടിയുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു, അടുത്തത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വെരിഫൈഡ് ആയിട്ടുള്ള നല്ല ഒരു ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലൂടെ കുട്ടിയുടെ ഫോൺ എപ്പോൾ ഓൺ ആകണം, എപ്പോൾ ഓഫ് ആകണം, അതുപോലെ തന്നെ അതിനകത്ത് ഏതൊക്കെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണം, ഏതൊക്കെ ആപ്പുകൾ യൂസ് ചെയ്യണം, നെറ്റ് ഓൺ ആക്കുക, ഓഫ് ആക്കുക, സർവ്വ കാര്യങ്ങൾ ആ ഒരു ഫോൺ ഫുൾ നിയന്ത്രണം പേരന്റിന്റെ ഫോണിലായിരിക്കും. അപ്പൊ നമുക്ക് ക്ലാസ് 9 മണി മുതൽ 1 മണി വരെയാണെങ്കിൽ 9 to 1 ഫോൺ ഓൺ ആയിരിക്കും. അതിനുശേഷം ഫോൺ ഓഫ് ആകും. ഫോൺ ഓഫ് ആകും എന്ന് പറഞ്ഞാൽ കോൾ അവൈലബിൾ ആണ്, കോളിംഗ് മാത്രം അവൈലബിൾ ആണ്, വേറെ ഒരു കാര്യങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ ഫോൺ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഉറപ്പുവരുത്താം കുട്ടി ക്ലാസ്സിൽ തന്നെയാണ്, മറ്റു കാര്യങ്ങളൊന്നും വ്യാപൃതനാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ കുട്ടികൾക്ക് ഒരുപക്ഷെ പേരന്റ് എല്ലാം കാണുന്നുണ്ട് എന്നൊരു ധാരണ. നേരത്തെ അങ്ങനെ പേരന്റ്സിനെ പറ്റിയും, കാരണം കുട്ടികൾക്ക് പേരന്റ്സിനേക്കാളും കൂടുതൽ സാങ്കേതിക പരിജ്ഞാനവും ടെക്നോളജി കാര്യങ്ങളൊക്കെ കുട്ടികൾക്കറിയാം, കൂടുതലായിട്ട് അറിയാവുന്നു ഇപ്പം. അപ്പൊ പേരന്റ്സിനെ പറ്റിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നതല്ല, പറ്റിക്കാൻ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോലും കുട്ടിക്ക് പറ്റില്ല. കാരണം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടനെ അത് പേരന്റ്സിന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ചെല്ലുകയും അവിടെ അത് ഓക്കെ കൊടുത്താൽ മാത്രമേ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചാണ് എഡ്യൂസോഫ്റ്റ് മലയാളം ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കുന്ന നമ്മുടെ മക്കളുടെ മേൽ ഒരു കരുതലിന് വേണ്ടി നമുക്ക് ഈ വീഡിയോ കാണാം, നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫോണിന്റെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുന്ന ഇമെയിൽ ഐഡിയും പാസ്വേഡും സുരക്ഷിതമാക്കി വെക്കുക. ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ആപ്പിന്റെ ലോക്ക് തകർത്ത് പുറത്തു പോകാവുന്നതാണ്. സോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾ സുരക്ഷിതമാക്കി വെക്കുക. മറ്റു കാര്യങ്ങളൊന്നും പേടിക്കേണ്ട. ഒരു സമയത്ത് 2 ഫോണും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പൂർണ്ണമായും കുട്ടിയുടെ ഫോൺ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. പേരൻസിന് ചൈൽഡ്സിന് മേൽ, അവരുടെ കുട്ടികളുടെ മേലുള്ള ഒരു കരുതലിന് വേണ്ടി, അവരെ കുറിച്ച് നല്ലതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ ഫോൺ വെറുതെ നിരീക്ഷിക്കുക എന്ന രീതിയിലേക്കല്ല നമ്മൾ വേറൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടിയുടെ നല്ലതിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പേരന്റ് ചൈൽഡ്, അപ്പം അവരുടെ ആ ഒരു കാര്യങ്ങൾ നമുക്ക് പേരൻസിന്റെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അറിയുവാനും അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട്, കടമയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഈ നവീന നമ്മുടെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ എഡ്യൂസോഫ്റ്റ് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. 2 ഫോണുകളിലും നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. പേരന്റ് ഫോണിൽ നമ്മുടെ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ പേരന്റ്, ചൈൽഡ് ഫോണിൽ ഗൂഗിൾ ഫാമിലി ലിങ്ക് ഫോർ ചൈൽഡ് ഓർ ടീനേജ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുക. നമ്മൾ 2 ഫോണിലും ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ പേരൻറ്റ് ഫോണിൽ നമുക്ക് ചൈൽഡിനെ ആഡ് ചെയ്യാനായിട്ട് പേരൻറ്റ് ഫോണിൻ്റെ ആ ഒരു വിൻഡോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഉണ്ടാവും, തൊട്ടടുത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ടാവും, അവിടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും ഡസ് യുവർ ചൈൽഡ് ഹാവ് എ ഗൂഗിൾ അക്കൗണ്ട്, ചൈൽഡിന് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ നമ്മളോട് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ചൈൽഡിന് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ട്. ഗൂഗിൾ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമെയിൽ അക്കൗണ്ടാണ് കേട്ടോ, അതായത് എൻഡിങ് വിത്ത് @gmail.com. നമ്മളിവിടെ യെസ് കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ചൈൽഡിൻ്റെ ഡിവൈസ് നമ്മൾ ഇനി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചൈൽഡ് ഡിവൈസിലേക്ക് ഇനി ജസ്റ്റ് നോക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, ഏത് ഡിവൈസാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടതെന്നാണ്. ചൈൽഡിൻ്റെ ഫോണിലെ കാര്യമാണ് പറയുന്നത്. അവിടെ ദിസ് ഡിവൈസ്, അനദർ ഡിവൈസ്, 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ഡിവൈസ് തന്നെയാണ് സൂപ്പർവൈസ് ചെയ്യേണ്ടത്. സോ ദിസ് ഡിവൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ,
ഇത് നമ്മൾ ചൈൽഡിൻ്റെ ഇമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവിടെ നമുക്ക് എന്താണ് ചൈൽഡിൻ്റെ ഇമെയിൽ അക്കൗണ്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏത് ഇമെയിൽ അക്കൗണ്ടാണോ ചൈൽഡ് ഫോണിൽ നമ്മൾ മോണിറ്റർ ചെയ്യാൻ പോകുന്നത് ആ ഇമെയിൽ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മുടെ പേരൻറ്റിൻ്റെ ഫോണിൽ ഇപ്പോൾ ഒരു കോഡ് കാണുന്നുണ്ട്. ഈ ഒരു കോഡ് നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് തമ്മിൽ കണക്റ്റ് ആവുന്നത്. അപ്പോൾ അത് എൻ്റർ ചെയ്യാനുള്ള വിൻഡോ ഇപ്പോൾ നമുക്ക് കിട്ടും. ഈ കോഡ് നമ്മൾ അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ ഉണ്ട്, അത് നോക്കി അതേ രീതിക്ക് തന്നെ കോഡ് അവിടെ അടിച്ചു കൊടുക്കുക. കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ തന്നെയാണ് ഇതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ചൈൽഡിൻ്റെ ഫോണിൽ ചൈൽഡിൻ്റെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പാസ്വേഡ് കൂടി നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ചൈൽഡിൻ്റെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് സ്വാഭാവികമായിട്ടും പേരൻസിന് അറിയാവുന്നൊരു പാസ്വേഡാണ് തന്നെയാണത്. നമ്മളത് അടിച്ചു കൊടുക്കുന്നു. ഈ ഇനിഷ്യൽ സ്റ്റെപ്പ് മാത്രമാണ്, പിന്നീട് നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഡിവൈസുകളെ തമ്മിൽ മോണിറ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ജോയിൻ ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. താഴെ ജോയിൻ കൊടുത്തിട്ടുണ്ട്. ചൈൽഡിൻ്റെ ഫോണിലെ കാര്യമാണ്. അവിടെ നമ്മൾ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമ്മൾ ജോയിൻ പ്രസ് ചെയ്യുന്നു. ഇനി പേരൻറ്റിൻ്റെ ഫോണിൽ നമ്മൾ ഏസ് പ്രസ് ചെയ്യുന്നു. പേരൻറ്റ് ഫോണിൽ ഏസ് കൊടുക്കുന്നു. ഈ എല്ലാ സ്റ്റെപ്പുകളും ചൈൽഡിൻ്റെ ഫോണിലാണ്. ജസ്റ്റ് അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് കൊടുക്കുക. സൂപ്പർവിഷൻ അലോ ചെയ്യുക എന്നാണ്. അലോ നമ്മൾ കൊടുക്കുന്നു. ഈസ് കൊടുക്കുന്നു. ഇപ്പോൾ ആക്റ്റീവ് പ്രൊഫൈൽ മാനേജർ എന്ന ഓപ്ഷൻ ഉണ്ട്, നമ്മളിപ്പോൾ ആക്റ്റീവ് ചെയ്യുകയാണ്. അവിടെ കുറച്ച് വാർണിംഗ്സ് ഉണ്ട്, നമ്മുടെ ഫോണിനെ മോണിറ്റർ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ നമ്മളതെല്ലാം എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് അല്ലെങ്കിൽ അലോ എല്ലാം ചെയ്ത് കൊടുക്കുന്നു. എഗ്രി, അലോ, നെക്സ്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നു. അതായത് ഈ ഒരു ഫോണിനെ ഫുൾ മോണിറ്റർ ചെയ്യുകയാണെന്ന് നമുക്ക് ആ ഫോൺ തന്നെ തരുന്നൊരു വാർണിംഗ് ആണ്. അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് കണക്റ്റ് ആവാനുള്ള താമസമുണ്ട്. ഇതെല്ലാം ഒരു തവണ ചെയ്താൽ മതി. ഈ തവണ നമ്മൾ ആദ്യത്തെ തവണ ഇത് ചെയ്യുന്ന സമയത്ത് 2 ഫോണുകളും നമ്മുടെ കയ്യിലുണ്ടാവണം. 2 ഫോണിലും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ 2 ഫോണിലും നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐഡികളും അതിൻ്റെ പാസ്വേഡുകളും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദെൻ ഗോ ആൻഡ് ഗെറ്റ് യുവർ പേരൻറ്റ്. നമ്മുടെ ഇവിടെ സെറ്റിങ്സ് ഫിനിഷ് ആയിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മുടെ ഫോണിന് ചൈൽഡിൻ്റെ പേര് കൊടുക്കുക. നമുക്കിവിടെ കുട്ടിയുടെ പേര് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നിലധികം മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളുടെ പേര് കൊടുക്കാം, കൃത്യമായിട്ട് ഏത് കുട്ടിയുടെ ഫോണാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് നെയിം ഇവിടെ ആൽബിൻസ് റെഡ്മി 4 എന്നാണ്, അത് തന്നെ ഞാൻ ചൂസ് ചെയ്യുവാണ്. നെക്സ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്തുള്ള ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാവരും ലിസ്റ്റ് ഉണ്ട്, അതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ മോറ്, നെക്സ്റ്റ്. ആ ആപ്പുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചൈൽഡിൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള വിവരമാണ് തന്നത്. അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നു. ഓൾ സെറ്റ്, എല്ലാം നമുക്കിവിടെ എന്തായിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. അതായത് കണക്ഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഡൺ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചൈൽഡിൻ്റെ ഫോണ് പേരൻറ്റിൻ്റെ സൂപ്പർവിഷൻ്റെ അണ്ടറിലേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പേരൻറ്റിൻ്റെ ഫോൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ചൂസ് ഹൗ യു വാണ്ട് ടു കസ്റ്റമൈസ്, എന്താണ് സ്റ്റുഡൻറ്റിൻ്റെ ഫോൺ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ യൂസ് ഡിഫോൾട്ട് പേരൻറ്റ് കൺട്രോൾസ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മളിനി പേരൻറ്റിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് പേരൻറ്റിൻ്റെ ഫോണിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്താണ് ചൈൽഡിൻ്റെ ഫോണിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കാണുന്നത്, കൃത്യമായിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഫയൽ മാനേജർ യൂസ് ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് മെസ്സഞ്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. വാട്സപ്പ് മെസ്സഞ്ചർ നമ്മളിന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ 1 hour എന്ന് കിടപ്പുണ്ട്. അതായത് അതിൻ്റെ ടൈം ലിമിറ്റ് 1 hour നിലവിലുള്ളത്. വേണമെങ്കിൽ 0 hour ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ 1:30 1.5 മണിക്കൂറാക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ടൈം ലിമിറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആ വാട്സപ്പ് മെസ്സഞ്ചർ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ക്ലോസ് ആയി പോവുക. വാട്സപ്പ് ഓപ്പൺ ആകുന്നില്ല, അത് ക്ലോസ് ആയി പോവുകയാണ്. ഇപ്പോൾ വന്ന മെസ്സേജ് ഈ ആപ്പ് പോലും നിങ്ങളുടെ ഫോണിൽ ഇല്ലയെന്നാണ്. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഫോൺ എന്ത് ചെയ്യാൻ പറ്റും, പേരൻറ്റിനെ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്യാതെ വിചാരിക്കുക. ജസ്റ്റ് ആ ബ്ലോക്ക് മാറ്റി എന്ത് ചെയ്യുന്നു, ഒരു ഓൾവേസ് അലോ ആക്കി കൊടുത്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഫോണിലേക്ക് ആ വാട്സപ്പ് തിരിച്ചു വന്നോളൂ. കുട്ടിക്ക് വാട്സപ്പ് അവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ പേരൻ്റ് ആപ്ലിക്കേഷൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത. നോക്കുക, വാട്സപ്പ് ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുട്ടിയുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഏതൊരു ആപ്ലിക്കേഷനും ആ ഫോണിലുള്ളത് പേരൻറ്റിനെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് വാട്സപ്പിൻ്റെ എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്കിങ്ങനെ ബ്ലോക്ക് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാം, ഇനി അല്ലെങ്കിൽ അലോ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അതുപോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്.
ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പേരൻറ്റിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുക. പേരൻറ്റിൻ്റെ ഹോം സ്ക്രീൻ ഈ കാണുന്ന രീതിയിലായിരിക്കും. അവിടെ നമുക്ക് ആദ്യം ചൈൽഡിൻ്റെ പേരാണ് മുകളിൽ കാണുന്ന ആൽബിൻ എന്ന് കാണുന്നത്, താഴെ പേരൻറ്റിൻ്റെ പേര്. ഓക്കെ, അവിടെ ഞാനിപ്പോൾ ചൈൽഡിൻ്റെ പേര് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡിൻ്റെ അക്കൗണ്ട് കൺട്രോളിലേക്ക് നമ്മൾ പോകുന്നു. അവിടെ മാനേജ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. മാനേജ് സെറ്റിംഗ്സ് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസ് ഓൺ ഗൂഗിൾ പ്ലേക്കകത്തെ കൺട്രോൾസ് ഒന്ന് റിക്വയർ അപ്രൂവൽ ഫോർ, അതായത് എന്തിനൊക്കെ നമ്മുടെ അപ്രൂവൽ വേണം, പേരൻറ്റിൻ്റെ അപ്രൂവൽ വേണം എന്നുള്ളതാണ്. ഓൾ കണ്ടൻറ്റ് ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് കുട്ടി എന്തൊക്കെ ചെയ്യുമ്പോൾ പേരൻറ്റിൻ്റെ അപ്രൂവൽ വേണം, ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ എന്ത് ചെയ്യണമെങ്കിലും, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലും എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിലും എല്ലാ കാര്യത്തിലും എന്ത് വേണം, പേരൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. അവിടെ ഓൾ പർച്ചേസ്, ഉള്ളി ഇൻ ആപ്പ് പർച്ചേസ്, നോ അപ്രൂവൽ റിക്വയർഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് അപ്രൂവൽ ചെയ്യാം. എല്ലാത്തിനും അപ്രൂവൽ വേണം എന്ന രീതിയിൽ തന്നെ പോകുന്നതാണ് നല്ലത്. ദെൻ ആപ്സ് ആൻഡ് ഗെയിംസ്, ഏത് രീതിയിലുള്ള ആപ്പുകളും ഗെയിമുകളാണ് കുട്ടി ഉപയോഗിക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി അതുപോലെ തന്നെ ഫിലിംസ്, ഇതെല്ലാം ഗൂഗിൾ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടതാണ്. ഫിലിംസ് ഇവിടെ ഞാനിപ്പോൾ യു ആണ് സെലക്ട് ചെയ്തത്. യു എന്ന് വെച്ചാൽ മോസ്റ്റ് റെസ്ട്രിക്റ്റീവ് ഫിലിംസ് ആണ് കുട്ടിക്കിപ്പോൾ അലൗഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ബുക്സ് നമുക്ക് റെസ്ട്രിക്ഷൻ ഓൺ ചെയ്തിടാം. ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ എന്താണ്, സെക്ച്വലി എക്സ്പ്ലിസിറ്റ് ബുക്സ് ഒന്നും കുട്ടിക്ക് കാണാനായിട്ട് സാധിക്കില്ല, വായിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ മ്യൂസിക്കും അതേ രീതിയിൽ തന്നെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓൺ ചെയ്തിരുന്നതാണ് കുട്ടിക്ക് നല്ലത്. ഓക്കെ, ദെൻ ഫിൽറ്റേഴ്സ് ഓൺ ഗൂഗിൾ ക്രോമിന് നമുക്ക് ഫിൽറ്റേഴ്സ് കൊടുക്കാം. അലോ ഓൾ സൈറ്റിന് ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് എല്ലാ സൈറ്റും വിസിറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ട്രൈ ടു ബ്ലോക്ക് മെച്ചർ സൈറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. അലോ ഓൺലി സെർട്ടൈൻ സൈറ്റ്, നമുക്ക് ഇഷ്ടമുള്ള സൈറ്റുകൾ മാത്രം കുട്ടി വിസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട സൈറ്റുകൾ മാത്രമായിട്ട് നമുക്കിവിടെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ദെൻ ഫിൽറ്റേഴ്സ് ഓൺ ഗൂഗിൾ സെർച്ചിൽ നമുക്ക് എന്താണ്, സേഫ് സെർച്ച് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് മോഡ് പോലെയാണ്. അവിടെ ഈ പറഞ്ഞ സെക്ച്വലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഒന്നും കുട്ടിക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അതുപോലെ ഫിൽറ്റേഴ്സ് ഓൺ യൂട്യൂബിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡ് എനേബിൾ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം വയലൻറ്റ് കണ്ടന്റ്സ് അല്ലെങ്കിൽ വയലൻസ് ഉള്ള കണ്ടന്റ്സ്, കുട്ടിക്ക് കാണാൻ സാധിക്കാത്ത കണ്ടന്റുകൾ, കുട്ടികൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ യൂട്യൂബിൽ നിന്ന് കുട്ടി കാണില്ല. അപ്പോൾ അവിടെയും നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡ് ഓൺ ചെയ്ത് ഇടാവുന്നതാണ്. ഇനി ആൻഡ്രോയിഡ് ആപ്പുകൾ, നമ്മുടെ ആ ഫോണിലുള്ള എല്ലാ, ഞാൻ വാട്സപ്പിൽ കാര്യം കാണിച്ചു, ആ രീതിയിൽ എല്ലാ ആൻഡ്രോയിഡ് ആപ്പുകളും നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സാധാരണ കുട്ടികളുടെ ഫോണിൽ അധികം ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഇനി അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയില്ല കേട്ടോ. പുതുതായിട്ട് നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാതെ അവർക്കൊരു പുതിയ ആപ്പ് പോലും ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റില്ല. അല്ലെങ്കിൽ അവർ ഈ ചൈൽഡിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള സാധ്യതയുണ്ട്. അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ലൊക്കേഷൻ നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല. കാരണം കുട്ടികൾ വീട്ടിൽ തന്നെയാണ്, കുട്ടികളുടെ അടുത്തേക്കും പോകാറില്ല. എങ്കിൽ നമുക്ക് ആ ലൊക്കേഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ അക്കൗണ്ട് ഇൻഫർമേഷൻ, ജസ്റ്റ് പേരും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അക്കൗണ്ട് സൂപ്പർവിഷൻ, എന്തൊക്കെയാണ് നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് വന്നിരിക്കുന്നത്, സർവ്വ വിവരങ്ങൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഇനി ഈ അക്കൗണ്ട് സൂപ്പർവിഷൻ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ പറയുന്ന സൂപ്പർവിഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്കിത് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഹോം സ്ക്രീനിൽ നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ബെഡ് ടൈം. അതായത് ഞാൻ ആദ്യം പറഞ്ഞു, ഫോൺ എപ്പോൾ ഓൺ ആകണം, എപ്പോൾ ഓഫ് ആകണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്നെ തീരുമാനിക്കാമെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ബെഡ് ടൈം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്തൊക്കെ കാണാൻ സാധിക്കും. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് ഷെഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ എപ്പോൾ ഓഫ് ആകണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഡെയിലി ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇത്ര സമയം, ഒരു ദിവസം 2 മണിക്കൂറേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഓരോ ദിവസവും സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ ബെഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് ഈ ഫോൺ ലോക്ക് ആവേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ സമയം എന്ന് പറയുന്നത് 1:58. നമുക്കപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്. അപ്പോൾ 1:59 നമുക്ക് ലോക്കിൻ്റെ സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ 1 കിടക്കുന്നു. ജസ്റ്റ് ഞാനത് 2 മണി ഞങ്ങൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ 2 മണിക്ക് അപ്പോൾ എന്ത് സംഭവിക്കും, 2 PM ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ നോക്കുക, അൺലോക്ക് ആകുന്ന 7 AM ഇനിയിപ്പോൾ നാളെ രാവിലെ 7 AM ഈ ഫോൺ 2 മണിക്ക് ലോക്ക് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തുള്ളൂ, അൺലോക്ക് ആവത്തുള്ളൂ. ഇപ്പോൾ ചൈൽഡിൻ്റെ ഫോൺ തൊട്ടടുത്ത് ഇരിപ്പുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ജസ്റ്റ് 1 മിനിറ്റ് കൂടെ കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഫോൺ ലോക്കായി പോവും. പിന്നീട് ഇത് ഓപ്പൺ ആകുന്നത് എപ്പോഴാണ്, അത് രാവിലെ 7 മണിക്ക് മാത്രമാണ് ഈ ഫോൺ ഓപ്പൺ ആകുന്നത്. അപ്പോൾ കുട്ടി ഇന്ന് ഈ ഫോൺ ഫോൺ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദിസ് ഇസ് ബെഡ് ടൈം. ഇപ്പോൾ ഞാൻ 2 മണിന്ന് കാണിച്ചത് ജസ്റ്റ് അടുത്ത സമയം കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരം ഒരു 8 മണി തൊട്ട് രാവിലെ 6 മണി വരെയൊക്കെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ഇല്ലാത്ത സമയം നമുക്കറിയാം, ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കുട്ടിയുടെ ക്ലാസ്സും കുട്ടിയുടെ മറ്റ് ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോൺ ബെഡ് ടൈം സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധാരണ പേരൻസിനെ സംബന്ധിച്ച് ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ കുട്ടിയുടെ ഫോൺ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇനി പേടിക്കേണ്ടാത്ത മറ്റൊരു കാര്യമുണ്ട്, കുട്ടിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ വിളിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കണം, എമർജൻസി സിറ്റുവേഷനിൽ ഫോൺ വിളിക്കണം. അപ്പോൾ അവിടെ എമർജൻസി എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണും. ലോക്ക് ആയാലും എമർജൻസി എന്നൊരു ഓപ്ഷൻ ഫോണിൽ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ്, കുട്ടിക്ക് ആരെ വേണമെങ്കിലും കോൾ ചെയ്യാൻ സാധിക്കും. കോളിംഗ്, ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും കോൾ ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഫോൺ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ കൊച്ചെന്ത് ചെയ്യും എന്നോർത്ത്, അല്ലെങ്കിൽ അത്യാവശ്യം കൊച്ചെങ്ങനെ വിളിക്കും എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഫോൺ വിളിക്കാനുള്ള സാഹചര്യം ഇതിനകത്ത് ഉണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ ടേൺ ഓഫ് ചെയ്യുന്നു എന്നുകൊണ്ട് കോൾ ഫെസിലിറ്റി കട്ടായി പോകുന്നില്ല. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബാക്കി എല്ലാ ഫെസിലിറ്റിയും ഫോണിൻ്റെ ലോക്ക് ആകുന്നു, പക്ഷേ കോളിംഗ് എനേബിൾ ആയിട്ട് തന്നെ ഇരിക്കും.
ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കുട്ടിയുടെ ഫോൺ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രാത്രിയിൽ കൊച്ച് ഫോൺ ഉപയോഗിക്കുന്നുണ്ടെന്ന് നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. കുട്ടികൾ രാത്രി ഫോണിൽ ഗെയിം കളിക്കുന്നുണ്ടോ, ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, മാതാപിതാക്കൾ ടെൻഷനാണ് സാധാരണഗതിയിൽ. കുട്ടികൾ മുറിയിൽ കയറി കഥ അടച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കറിയാം ഇവിടെ നിന്ന് ഫോൺ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ കൊച്ചതിനകത്ത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകത. ഇപ്പോൾ 2 മണി സമയമായിട്ടുണ്ട്, നമുക്ക് നോക്കാം 2 മണിയാകുമ്പോൾ ആ ഫോൺ ജസ്റ്റ് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഓക്കെ, 2 PM ആണ് സമയം. ഇപ്പോൾ ചൈൽഡിൻ്റെ ഫോൺ നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ആക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ ബെഡ് ടൈം ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യണം കേട്ടോ, സേവ് ചെയ്യാണ്ട് മറക്കരുത്. ഇപ്പോൾ നോക്കുക, നമ്മുടെ ചൈൽഡിൻ്റെ ഫോണിൽ എന്താണ് വന്നിരിക്കുന്നത്? ടൈം ഫോർ ബെഡ്, ദിസ് ഈസ് ബെഡ് ടൈം, കം ബാക്ക് ടുമോറോ അറ്റ് 6:59 AM. നാളെ രാവിലെ 6:59 പോകുന്നോളാൻ. നമ്മൾ 2 മണി തൊട്ട് 7 മണി വരെ ഫോൺ ലോക്ക് ചെയ്തു. ഇനി അവിടെ പേരൻറ്റ് ആക്സസ് ഉണ്ട്. പേരൻ്റ് ആയിരുന്നെങ്കിൽ പേരൻ്റെ ഇമെയിൽ ഐഡിയുടെ പാസ്വേഡ് കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്യാം. ഇനി എമർജൻസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, കുട്ടിക്ക് കോൾ വേണമെങ്കിൽ വിളിക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബെഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാനുള്ളത്. ഇനി നമുക്ക് ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ്, കുട്ടിയുടെ ഫോണിൽ എന്തുമാത്രം ചാർജ് ഉണ്ട് നോക്കുക. അതുവരെ നമുക്ക് ഇവിടെ നോക്കി അറിയാണ്ട് സാധിക്കും. ഫോണിനകത്ത് ചാർജ് ഉണ്ടോ, ഈ വിളിച്ച് പറഞ്ഞാൽ മതി ചാർജ് കുത്തിയിടണം എന്നൊക്കെ നമുക്ക് പറയാനായിട്ടുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇനി കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തതിൻ്റെ ആ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ എന്താണ് ലാസ്റ്റ് ലോഗിൻ ചെയ്തിരിക്കുന്നത് താഴെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ. നമുക്കറിയാം ആൻഡ്രോയിഡ് എല്ലാം ഗൂഗിൾ അക്കൗണ്ടുമായി ബന്ധപ്പെടുത്തിയാണ് വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പൂർണ്ണമായ പ്രവർത്തനം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കുട്ടിയെ പൂർണ്ണമായും മാനേജ് ചെയ്യാം. കുട്ടിയെ മാനേജ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഓൺലൈനായി നമുക്ക് എവിടെ നിന്നുകൊണ്ട് മാനേജ് ചെയ്യാം. നമ്മൾ ജോലിക്ക് പോവുകയോ ഈ രാത്രി സമയത്ത് ഒന്നും പേടിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുടെ ഫോൺ പേരന്റിന് എപ്പോൾ വേണമെങ്കിലും മോണിറ്റർ ചെയ്യാൻ സാധിക്കും. കുട്ടി എന്ത് ചെയ്യുന്നു, ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോയി, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റുകൾ വിസിറ്റ് ചെയ്യുന്നു, യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റെസ്ട്രിക്റ്റഡ് മോഡ് എനേബിൾ ചെയ്തിടാൻ സാധിക്കും. അങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുള്ളി മോണിറ്ററിംഗ് ആ ഒരു ഫോൺ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും സാധിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ എവിടെയാണെങ്കിലും, നമ്മുടെ യാത്രയിലാണെങ്കിലും, നമ്മുടെ ഓഫീസിലും മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് കുട്ടിയുടെ ഫോണിന്റെ മേൽ ഒരു പൂർണ്ണമായ നിയന്ത്രണം, പൂർണ്ണമായ ഒരു കടിഞ്ഞാൺ നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ കുട്ടികളുടെ മേൽ ഓൺലൈൻ കാലത്ത് മാതാപിതാക്കൾക്ക് കരുതലിന് വേണ്ടി തന്ന ഒരു ആപ്ലിക്കേഷൻ. കരുതുക, കുട്ടിയെ കരുതുക, അല്ലാതെ കുട്ടിയുടെ സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുക എന്ന് മാത്രമാണ് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ, ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, അധ്യാപകരിലേക്ക്, അതുപോലെ മറ്റ് രക്ഷിതാക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഇനിയും കാണാം. എഡ്യൂസോഫ്റ്റ് മലയാളം ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.